look at you and it's easy to see. You are that someone I've been trying to meet. I got your number, won't you pick up the phone? Don't leave me hanging on the dial tone. Think back to the night that we met. Jumping in the pool, talk to you, dripping wet. Nervous when I speak, so I trip on my tongue. Never thinking you would be my number one. ഭൂമിശാസ്ത്രത്തിൽ നൊബേൽ ജേതാവ് ഡോക്ടർ ദിയ റോയ് 2045 നൊബേൽ പ്രൈസുകൾ നൽകി. മികച്ച ഭൂമിശാസ്ത്രജ്ഞയ്ക്കുള്ള നൊബേൽ പുരസ്കാര ജേതാവ് കേരളത്തിൽ നിന്നും മിസ്റ്റർ രോഹിത്, ദ മാൻ ഓഫ് ദി ഇന്ത്യൻ നേഷൻ. നമ്മുടെ ഭാരതത്തിന് വേണ്ടി ജീവൻ കൊടുത്ത് രക്ഷിച്ച നമ്മുടെ ഇന്ത്യൻ ആർമിക്കാണ് മിസ്റ്റർ രോഹിത്. ഇന്ത്യയിലെത്തുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു അഡ്വക്കേറ്റാണ് ഞാൻ ഇന്നലെ പരിചയപ്പെട്ടത്. Advocate Miss Meera. The man of Indian nation, Mr. Arun, has become a police officer and Indian film industry actor. വിശിഷ്ടമായി അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ ആർമി ഓഫീസറാണ് മിസ് ദേവിക രാമദാസ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലേക്ക് അടുക്കാമെന്ന എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നു. ചെറുപ്പം മുതൽ അവൾ ആഗ്രഹിച്ച സ്വപ്നമാണ് ഇന്ത്യൻ ആർമി ഓഫീസർ. വേൾഡ് ബിഗ്ഗസ്റ്റ് ബിസിനസ്മാൻ ഓഫ് ഇന്ത്യ. ഒരുപാട് കഷ്ടപ്പെട്ട് അനുഭവിച്ചു, ഒരുപാട് മണി ലോസ് സംഭവിച്ചു. എന്നിട്ടും ലോകത്തിലെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്. സ്വന്തമായി ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട് മറ്റുള്ള കുട്ടികൾക്ക് മേക്കപ്പിനെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. 2045 ഫസ്റ്റ് ഓസ്കർ. ദി ഡയറക്ടർ ഓഫ് ബാഡ് ഡേയ്സ്. 2024 ഫസ്റ്റ് മൂവി ഓസ്കർ ഇന്ത്യ എന്നാണ്. ബാഡ് ഡേയ്സ് പറഞ്ഞ തമിഴ് ചലച്ചിത്രത്തിനാണ്. പാലക്കാട്ടിലെ പ്രശസ്തമായ ചിത്രകാരി എന്നറിയപ്പെടുന്ന മിസ്സസ് ഗോപിക. പാലക്കാട്ടിലെ ഏറ്റവും വലിയ പ്രോഗ്രാം ആയിരുന്ന ചിന്മയ മിഷന്റെ മെഗാ ഇവന്റിലായിരുന്നു ഞാൻ ആ പിക്ചേഴ്സ് കാണുന്നത്. പിക്ചർ വരച്ച ചിത്രകാരി. Obviously, Arsha has become the president of India. By born in Kerala, he has lots of courage to become the president of India, and he has promised that he will make many changes at India, and he will do so. Oscar award famous actor in Hindi, Tamil, Telugu, Malayalam. The world's biggest farming business. പാലക്കാട് ജനിച്ച മിസ്സിസ് യാസ്മിൻ പർവീൻ ഇപ്പിതാ ഫാമിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. who inspired thousands of teenagers to become the best version of themselves. He is a mastermind in forest trading and survival instructor and a successful person in the 21st century. He also launched different kinds. പാലക്കാട് 2006 ജനിച്ചു വളർന്ന സ്മിത്ത് പ്രിയ റിച്ചാർഡ് അവർ ചെറുപ്പം മുതൽ ഒരുപാട് കഷ്ടങ്ങൾക്ക് ശേഷം അവരുടെ സ്വപ്നത്തിൽ 2025 എത്തിച്ചേരാൻ സാധിച്ചു. இஸ்ரோ மனிதர்களை விண்வெளிக்கு அனுப்ப ஒரு திட்டத்தை திட்டங்களை செயல்படுத்தியது. அதில் ஒருவராக ആർമി ഓഫീസർ ചെറുപ്പത്തിൽ തൊട്ടുള്ള ഡ്രീം ആയിരുന്നു. അതുകൊണ്ട് അവൾ കുറെ ശ്രമിച്ച് ലാസ്റ്റ് അവൾ ഡ്രീം സക്സസ്ഫുൾ ആയി. അവൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അത് കിട്ടിയെന്ന് പ്രതീക്ഷിച്ചില്ല. He became the businessman and he started business at several countries and he motivated by his family and friends. ഏറ്റവും വലിയ ബിസിനസ്സുകാരായല്ലോ. താങ്കളുടെ വീട്ടിൽ പിന്നെ ആരാണ്? എന്റെ സുഹൃത്തും ഫാമിലി മെമ്പേഴ്സുമാണ് സപ്പോർട്ട് ചെയ്തത്. ഒക്കോയിൽ ഇന്ത്യൻ ടീമിൽ കളിച്ച് അഭിമാന താരമായ പാലക്കാട് കാടാകും അഭിമാന താരം. അതിൽ ഗോൾഡ് മെഡൽ നേടി. അതിലൂടെ റെയിൽവേ ജോലി ലഭിച്ച് അൾട്ടിമേറ്റ് ഒക്കോയിൽ നമ്പർ 1 താരമായി. Today I have met the biggest independent and biggest businessman of India.
Mr. Ashok Pai. സ്പോർട്സ് ക്ലബിലെ ശരത്ത് ഇന്ത്യൻ ടീമിൽ കളിക്കുകയും ഗോൾഡ് മെഡൽ വാങ്ങുകയും Pass.